ഓക്കെ, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഹൗ ടു സോൾവ് എ പ്രോബ്ലം. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ സയൻസ് ആണ്. ഞങ്ങൾക്കിത് 4ാമത്തെ സെമിസ്റ്ററിലാണ് എൻവയോൺമെൻറ്റൽ സയൻസ്. നിങ്ങൾക്ക് അവിടെ ഇത് ഫസ്റ്റ് സെമിസ്റ്ററിലാണ്, ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമിസ്റ്ററിലാണ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, പലർക്കും ഒരു എന്താ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ പല പ്രാവശ്യം വായിച്ച് നോക്കണം. റീഡ് അറ്റ്ലീസ്റ്റ് 2-3 ടൈംസ്. അതിനകത്ത് റെലവൻറ്റ് ഫാക്ട്സ് ഉണ്ട്, ഇറലവൻറ്റ് ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ യു ഹാവ് ടു എലിമിനേറ്റ് ഇറലവൻറ്റ് ഫാക്ട്സ് ആൻഡ് റേസ് ദ റെലവൻറ്റ് ഫാക്ട്സ് ഫസ്റ്റ്. ആൻഡ് അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് ഞാൻ പറയാം. ആദ്യം ഫാക്ട്സ് നമ്മൾ കണ്ടുപിടിക്കുക. രണ്ടാമത് ഇഷ്യൂസ്. ഇപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ആളും അതായത് റെസ്പോണ്ടൻറ്റും അതേപോലെ ക്ലൈൻറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആളും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം ഡിസ്പ്യൂട്ട് ഉണ്ട്, അതുകൊണ്ടാണ് കോടതിയിൽ പോയി ഒരു ഡിസിഷന് വേണ്ടി അവിടെ കോടതി മുമ്പാകെ നമ്മളുടെ പ്രശ്നം അവതരിപ്പിക്കുന്നത്. സോ ദർ ഷുഡ് ബി ഇഷ്യൂസ്. അപ്പം ഇഷ്യൂസ് ഇല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഇല്ല. അപ്പം എന്താണ് ഇഷ്യൂസ് എന്നുള്ളതാണ് അടുത്തത്. പിന്നെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം ലീഗൽ പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് എന്താണെന്ന് നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യുക. അപ്പം ഫസ്റ്റ് ഫാക്റ്റ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുക, തേർഡ് ലീഗൽ പ്രിൻസിപ്പിൾസ് ഇൻവോൾവ്. അത് വളരെ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് എഴുതാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഡിസിഷനകത്തും ലീഗൽ അനാലിസിസിലും നമ്മൾ വേഗമായിട്ട് അത് പറഞ്ഞാൽ മതി. ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പെറ്റീഷനേഴ്സിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, അതായത് കൊടുത്തിരിക്കുന്ന ആളിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, അതായത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുക. പിന്നെ അതിൻ്റെ ഡിഫെൻസ്, പെറ്റീഷണറുടെ ആർഗ്യുമെൻറ്റ്സ് ഡിഫെൻഡ് ചെയ്യുന്നതിനുള്ള ഡിഫെൻസ്, ആ ആർഗ്യുമെൻറ്റ് ഫോർ ഡിഫെൻസ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. പിന്നെ നമ്മൾ ഇഷ്യൂസും ആ ലീഗൽ പ്രിൻസിപ്പിളും വെച്ചൊരു ലീഗൽ അനാലിസിസ് നടത്തിയ ശേഷം അവസാനം ജഡ്ജ്മെൻറ്റിലേക്കും പിന്നെ സിമിലർ ലാൻഡ്മാർക്ക് കേസസും എഴുതുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സ്റ്റെപ്പ് നമ്മൾ ഒന്ന് എഴുതിയാൽ തന്നെ ഏകദേശം 5 out of 10 എന്നുള്ളത് ഷുവറാണ്. ഈ സ്റ്റെപ്സ് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യ സെമിസ്റ്റേഴ്സിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഒരു പ്രോബ്ലം വന്നു, ഒരു പ്രോബ്ലം കണ്ടു, അതിൻ്റെ ഫാക്ട്സ് നമ്മൾ 2-3 പ്രാവശ്യം വായിച്ചതിന് ശേഷം അത് എഴുതി. ദെൻ ഇഷ്യൂസ്, ഡിസ്പ്യൂട്ട് ഉണ്ടല്ലോ, അപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും, ഇഷ്യൂസ് ഫ്രെയിം ചെയ്തു. ലീഗൽ പ്രിൻസിപ്പിൾസ് വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം ലീഗൽ പ്രിൻസിപ്പിൾസ് നമ്മൾ എഴുതുക. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ വേഗമായിട്ട് നമ്മൾ ആർഗ്യുമെൻറ്റ്സിൻ്റെ അവിടെയോ ലീഗൽ അനാലിസിസിൻ്റെ അവിടെയൊക്കെ നമ്മൾ മെൻഷൻ ചെയ്താൽ മതി. അപ്പം ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് പെറ്റീഷണർ, ആർഗ്യുമെൻറ്റ്സ് എഗൻസ്റ്റ് പെറ്റീഷണർ, അതായത് ഡിഫെൻസ് ആർഗ്യുമെൻറ്റ്സ് ആണ്, അത് റെസ്പോണ്ടൻറ്റിൻ്റെ. അപ്പോൾ പിന്നെ ലീഗൽ അനാലിസിസ്, ജഡ്ജ്മെൻറ്റ്, സിമിലർ ലാൻഡ്മാർക്ക് കേസസ്. ഇനി നമുക്ക് നേരിട്ട് ഇതിലേക്ക് പോവാം. എവിടെ? ആ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതാണ് പ്രോബ്ലം. എ ഹെറിറ്റേജ് മോണ്യുമെന്റ് റെക്കഗ്നൈസ്ഡ് ബൈ യുനെസ്കോ ഈസ് ഗോട്ട് ഡാമേജ് ഡ്യൂ ടു സം കാർബൺ എമിഷൻസ് ഫ്രം വേരിയസ് ഇൻഡസ്ട്രി സിറ്റുവേറ്റഡ് നിയർ ബൈ. ദ ഗവൺമെന്റ് issued an order to close down all the polluting industries. The workers working in those industries challenged the order, contending the violations of their fundamental right to livelihood. Decide. ഇവിടെ കോടതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആണ്, കോടതി മുൻപാകെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഡിസ്പ്യൂട്ടാണിത്. അതിൻ്റെ ഒരു എന്താണ് ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് നിങ്ങളുടെ മുന്നിൽ തന്നിരിക്കുന്നത്. അപ്പം ഇതൊരു 2-3 ടൈംസ് വായിച്ചതിന് ശേഷം യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ റെലവൻറ്റ് ഫാക്ട്സ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കണ്ടു എന്താണ് എ ഹെറിറ്റേജ് മോണ്യുമെന്റ് recognized by UNESCO is got damaged. അപ്പം
അപ്പോൾ തന്നെ നമ്മൾക്ക് ആ ഫാക്റ്റ് അത് റെലവൻ്റ് ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് ഫാക്റ്റ് ഞാൻ ട്രേസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഫാക്റ്റ്, എ യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ഹെറിറ്റേജ് മോണ്യുമെന്റ് വാസ് എന്താണ് ഡാമേജ് ഡ്യൂ ടു കാർബൺ എമിഷൻസ് ഫ്രം നിയർ ബൈ ഇൻഡസ്ട്രീസ്. സെക്കൻഡ് ഫാക്റ്റ് എന്താണെന്ന് നോക്കാം. റെലവൻറ്റ് ഫാക്ട്, ഗവൺമെന്റ് ഇഷ്യൂഡ് an order to close down all polluting industries to protect the monument. Third fact എന്താണെന്ന് നോക്കാം. Workers employed in these industries challenged that order. Definitely അങ്ങനെ ആയിരിക്കുമല്ലോ. Challenged the order containing it violated their fundamental right to livelihood under Article 20. ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇക്കോ വല്ലതും ഉണ്ടോ? ഇല്ല, ഓൾ ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫാക്ട്സ് പ്രോബ്ലം കിട്ടി, ഫാക്ട്സ് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്തു. അപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ ഇഷ്യൂസ് ഉണ്ട്. അതായത് ഇഷ്യൂസ് ഉണ്ടെങ്കിലേ ഡിസ്പ്യൂട്ട് ഉള്ളൂ. ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ കോടതി മുൻപാകെ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇഷ്യൂസ് എന്താണ്? ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയേഴ്സിനത് ഫസ്റ്റ് സെമസ്റ്റേഴ്സിനെ വളരെ എന്താണ് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ ഏറ്റവും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും അതേപോലെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു സെക്ഷനാണിത്. എന്താണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇഷ്യൂസ് നോക്കുക. ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഞാനിപ്പോൾ ഇത്ര ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം നിങ്ങളത് ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലെ ആ ഇഷ്യൂസ് ഫ്രെയിം ചെയ്ത ശേഷം അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോകും. അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഇഷ്യൂ, വെദർ ദ ക്ലോഷർ ഓഫ് ഇൻഡസ്ട്രീസ് വയലേറ്റ് ദ വർക്കേഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ് ടു ലിവ്ലിഹുഡ് അണ്ടർ ആർട്ടിക്കിൾ 21. അത് ആദ്യത്തെ ഇഷ്യൂ. രണ്ടാമത്തേത്, വെദർ സ്റ്റേറ്റ് ഹാസ് ദ അതോറിറ്റി ടു ക്ലോസ് ഇൻഡസ്ട്രീസ് ടു പ്രൊട്ടക്ട് എൻവയൺമെന്റൽ ഹെറിറ്റേജ് എൻവയൺമെന്റ് ആൻഡ് ഹെറിറ്റേജ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഗവൺമെന്റിന് എന്താണ് എൻവയൺമെന്റിനെയും അതേപോലെ തന്നെ ഹെറിറ്റേജിനെയും എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉള്ള അതോറിറ്റി ഉണ്ടോ? അൾട്രാ വൈറസ് ആണോ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്നൊക്കെയുള്ളതാണ് ആ ഇഷ്യൂസ്. ഇനി ഇവിടെ ലിവ്ലിഹുഡിന്റെ ഒരു പ്രശ്നം പറഞ്ഞു, അത് ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 21 അതേപോലെ എൻവയൺമെന്റൽ റൈറ്റ് ടു ക്ലീൻ എൻവയൺമെന്റ് എന്ന് പറയുന്നത് അതും ആർട്ടിക്കിൾ 21 എന്താ ഫണ്ടമെന്റൽ റൈറ്റാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് തമ്മിലാണ് അവിടെ എന്താണ് കോൺഫ്ലിക്ട്സ് നിൽക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ലിവ്ലിഹുഡ് വേണം. ആർക്കാണ്? ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളിന് ലിവ്ലിഹുഡ്, അത് അവരുടെ ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്, അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് എന്താണ് ക്ലീൻ എൻവയൺമെന്റ് വേണം എന്നുള്ളത്, അത് വേറൊരു റൈറ്റ്. അപ്പം ഇത് തമ്മിൽ ബാലൻസ് ചെയ്യണം. അവിടെ ഒരു ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. ഹാർമോണിയസ്ലി എന്താണ് കോർട്ട് ഹാസ് ടു ഡിസൈഡ് എന്താ ബാലൻസിങ് ബോത്ത് എന്താണ് ദീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പം അത് ചെയ്യാനാണ് അവിടെ ശ്രമിക്കുന്നത്. അപ്പം തേർഡ് ഇഷ്യൂസ്, ഹൗ ടു ബാലൻസ് റൈറ്റ് ടു ലിവ്ലിഹുഡ് വിത്ത് റൈറ്റ് ടു എ ക്ലീൻ എൻവയൺമെന്റ് ആൻഡ് പ്രിസർവ് ദ കൾച്ചറൽ പ്രോപ്പർട്ടി. അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫാക്ട്സും ഇഷ്യൂസും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. താങ്ക് യു. ദെൻ ഞാൻ പറഞ്ഞു ലീഗൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സംഭവം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അത് തെറ്റ് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ തെറ്റാണ് നമ്മളുടെ മനസ്സിലുള്ളത് എന്ന് വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഇപ്പം ഇവിടെ എന്തായാലും നമ്മൾക്കറിയാം ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. 21 ഉണ്ടാവും, ആർട്ടിക്കിൾ 21 ഉണ്ടാവും, പിന്നെ DPSP ഉണ്ട്. അതെല്ലാം കൂടി ഞാൻ ഒന്ന് ശതം കാണിക്കാം. DPSP ഉണ്ട്. അപ്പം എന്താണ് DPSPക്കകത്ത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് എന്തൊക്കെയാണ് 48A-യും 49-നും. പിന്നെ നമ്മൾ സിറ്റിസൺസിനൊരു ഡ്യൂട്ടി തിരിച്ചങ്ങോട്ട് കൊടുക്കാനുണ്ട്. എന്താണ് 51AF എന്ന് പറയുന്നത്. പിന്നെ ചില ഡോക്ട്രിൻസ് ഓൾറെഡി എന്താണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് ചില കേസുകളിൽ നിന്നാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ കേസ് ശരിക്കും ലീഗൽ പ്രിൻസിപ്പിളിനകത്ത് എഴുതേണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് അവിടെ കൊടുത്തിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡോക്ട്രിനും
പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ. ഈ രണ്ട് ഡോക്ട്രിൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡോക്ട്രിൻ വന്ന കേസ്, ഇവോൾവ് ചെയ്ത കേസ് വെല്ലൂർ സിറ്റിസൺസ് വെൽഫെയർ ഫോറം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ ഇവോൾവ് ചെയ്തിരിക്കുന്നത് MC മേത്ത വേഴ്സസ് കമൽനാഥ് എൻ്റെ കേസിലുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ലീഗൽ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ആയിട്ടുള്ളത്? എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് അത് വന്നിരിക്കുന്നത് ഒളിഗ ടെല്ലിസ് കേസ്. ആ ഒളിഗ ടെല്ലിസ് എന്നുള്ള കേസ് നമ്മൾ അവസാനം പറയും, അവിടെ മാത്രം എഴുതിയാൽ മതിയാവും. ഇത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിരുന്നുള്ളൂ. നമുക്കിവിടെ ലീഗൽ പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് ലിവ്ലിഹുഡ് ആൻഡ് എ ക്ലീൻ എൻവയൺമെന്റ് എന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. ക്ലീൻ എൻവയൺമെന്റ് വേണം എന്ന് പറഞ്ഞിരുന്ന കേസ് എന്ന് പറയുന്നത് സുഭാഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആയിരിക്കും. അപ്പം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർട്ടിക്കിൾ 21 വരുന്നുണ്ട്, ആർട്ടിക്കിൾ 40A വരുന്നുണ്ട്, 49 വരുന്നുണ്ട്, 51AF കൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡോക്ട്രിൻ വരുന്നുണ്ട്, പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ. ഇത്രയും ഈ ഒരു സംഭവം പറയുമ്പോൾ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക്, അതായത് നമ്മൾക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു തോന്നല് വാല്യൂ ചെയ്യുന്ന ആളുണ്ടാവും. ഇനി നമ്മൾ പിന്നെ ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് എന്താ? കൊടുത്തിരിക്കുന്നല്ലോ, പെറ്റീഷൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അയാള് കൊണ്ടുവരുന്ന ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? ഇവിടെ വർക്കറാണ് അല്ലെ, വർക്കേഴ്സ് ആണ് അവരുടെ ലിവ്ലിഹുഡ് പോയി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താ അവരുടെ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. നമ്മൾ ലീഗൽ പ്രിൻസിപ്പിളിനകത്ത് കണ്ടു എന്താണ്, ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ ലിവ്ലിഹുഡ് അല്ലെ. അത് കേസ് ഏതാണെന്ന് നമ്മൾ കണ്ടു. ഏതായിരുന്നു? ഒലിഗ ടെല്ലിസ് അല്ലേ? അതെ, ഒലിഗ ടെല്ലിസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ. അതിനകത്ത് ആ കേസും വന്നു. അപ്പൊ എന്താണ്, അതാണ് അവരുടെ വാദം. രണ്ടാമത്തെ എന്താണ്, തൗസൻഡ്സ് ഓഫ് ഫാമിലി ഉണ്ട്, ഞങ്ങൾ ഇക്കണോമിക്കലി ഇൻസെക്യൂരിറ്റി ഫേസ് ചെയ്യുകയാണ്. അപ്പം ഈ സഡൻ ആയിട്ടുള്ള ഓർഡർ അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ട് ആ സംഭവം എന്താണ്, ആ ഓർഡർ ക്വാഷ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെന്റ്. ദെൻ പിന്നെ അവർക്ക് പറയാൻ പറ്റുന്നത്, ജസ്റ്റ് അവിടെ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഇത് ക്ലോസ് ചെയ്യുന്നതിന് പകരം, ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് നിങ്ങൾ എടുത്താൽ പോരെ. അതാണ് അടുത്തതെന്ന് പറയുന്നത്. അപ്പൊ 3 ആർഗ്യുമെന്റ് വന്നു. ഇനി നെക്സ്റ്റ് ഇവര് എന്താ, ഇതിന് അഗൻസ്റ്റ് ഡിഫൻസ് ഗവൺമെന്റ് ആണല്ലോ ഇത് ഓർഡർ അതോറിറ്റി എടുത്തിരിക്കുന്നത്, ക്യാൻസൽ ചെയ്യാൻ, ഷട്ട് ഡൗൺ ചെയ്യാനുള്ള അതോറിറ്റി എടുത്തിരിക്കുന്നത്. അപ്പൊ അവര് ചെയ്തു. എന്താ ചെയ്യുന്നത്? ആർഗ്യുമെന്റ്സ് ഓഫ് റെസ്പോണ്ടന്റ് എന്താണ്? രണ്ടും ആർട്ടിക്കിൾ 21 ഒരെണ്ണം എന്താ, അവരുടെ ലിവ്ലിഹുഡ് പോയത്. മറ്റേതെന്താണ്, സറൗണ്ടിങ് ഇൻഡസ്ട്രിക്ക് സറൗണ്ടിങ് ആയിട്ടുള്ള ഹാബിറ്റൻസിന് എന്താണ്, റൈറ്റ് ടു എ ഹെൽത്തി എൻവയൺമെന്റ് വേണം എന്നുള്ളത്. അത് ശരിക്കും സുഭാഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആ കേസിലാണ് അത് വന്നേക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് അത് ആ കേസ് കൊണ്ടുവന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് 51 ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് 51AF നിങ്ങൾക്കുണ്ട്. അതായത് അതെന്താണ്, സ്റ്റേറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി ബൗണ്ട് ടു പ്രിസർവ് മോണ്യുമെന്റ്സ് ഓഫ് ഹെറിറ്റേജ് ആൻഡ് അത് ആർട്ടിക്കിൾ 49. അതേപോലെ എവറി സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു എന്താണ്, അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ ഇൻഡസ്ട്രീസ് ഫെയിൽ ടു അഡോപ്റ്റ് എൻവയൺമെന്റ് സേഫ് ഗാർഡ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ ഇൻഡസ്ട്രി ഫെയിൽ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ക്ലോസ് ചെയ്യുവാണ്. ഞങ്ങൾക്ക് പബ്ലിക്കിനെ നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്യണം, എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഞങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റൂ. ഇത് ആർട്ടിക്കിൾ 19(6) തന്നിട്ടുള്ള റീസണബിൾ റെസ്ട്രിക്ഷന് അനുസരിച്ചാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. എന്താ, ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. പിന്നെ ഇത് റീലൊക്കേറ്റ് വേണമെന്നുണ്ട് ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാം. അത് മാത്രമാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഫാക്ട്സ് വന്നു, ഇഷ്യൂസ് വന്നു, ലീഗൽ പ്രിൻസിപ്പിൾ വന്നു. ലീഗൽ പ്രിൻസിപ്പിളിനകത്ത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രം ഇത്. ദെൻ ലീഗൽ അനാലിസിസിലേക്ക് പോയി. ലീഗൽ അനാലിസിസ് നമ്മൾ ഈ പറഞ്ഞ സംഭവം തന്നെയാണ് ലീഗൽ അനാലിസിസ് എന്ന് പറയുന്നത്. അവരുടെ അതായത് വർക്കേഴ്സിന് അനുകൂലമായിട്ടുള്ള എന്തൊക്കെയുണ്ട് നോക്കുക, ഗവൺമെന്റിന് അതോറിറ്റിക്ക് അനുകൂലമായിട്ടുള്ളത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക, അത് ഏതൊക്കെ കേസിലാണെന്ന് നോക്കുക. അപ്പം ഇതെല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
അപ്പം ആർട്ടിക്കിൾ 21 ലിവ്ലിഹുഡ് ഓഫ് വർക്കേഴ്സ്, അതേപോലെ റൈറ്റ് ഓഫ് പബ്ലിക് എന്താണ് ഫോർ ഹാവിങ് എൻജോയിങ് ക്ലീൻ എൻവയൺമെന്റ്. ഇത് രണ്ടും പറഞ്ഞു. ഈ കേസുകൾ എവിടെയൊക്കെയാണ്? അപ്പോൾ ഓരോ കേസിനകത്തും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റിന് അതോറിറ്റിക്ക് അത് ക്ലോസ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇതൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഒരാളോട് വന്നായിരുന്നു പക്ഷെ കിട്ടിയില്ല. ഓക്കെ, എന്താ അടുത്തെന്താ? ലീഗൽ അനാലിസിസിലേക്ക് വന്നു. ഒളിഗൻ ടെല്ലിസിനകത്ത് എന്താ പറഞ്ഞത്? ഒളിഗൻ ടെല്ലിനകത്ത് അകത്ത് പറഞ്ഞേക്കുന്നത് അല്ലെ, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിട്ടുള്ള ഒലിഗൻ ടെല്ലിസിന്റെ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ലിവ്ലിഹുഡ്, ഡിപ്രിവേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഡിപ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ലിവ്ലിഹുഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഫണ്ടമെന്റൽ റൈറ്റിനെതിരെയാണ്. പക്ഷെ ഇവിടെ എന്താ പറയണത്? കോടതി എന്താ തീരുമാനിക്കുന്നത്? ഈ രണ്ടെണ്ണം ബാലൻസ് ചെയ്ത് നോക്കും. അതായത് കൂടുതൽ ആൾക്കാരെയാണോ ഇത് അഫക്റ്റ് ചെയ്യുന്നത്? ഇത് ഈ ഫാക്ടറി ക്ലോസ് ചെയ്താൽ, ഈ ഇൻഡസ്ട്രി ക്ലോസ് ചെയ്താൽ കുറച്ച് പേരെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു എന്താണ് ബാലൻസ് ചെയ്ത് നോക്കും. ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടതെന്ന് നോക്കും. അപ്പം ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് വെൽഫെയർ ആണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യും? അവർക്ക് വേറെ ചില സംഭവങ്ങളും കൂടെ, അതായത് ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇവര് ഇത് കഴിഞ്ഞിട്ട് കോമ്പൻസേഷൻ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, ഒരു ബാലൻസ് മെക്കാനിസം, ഹാർമോണിയസ് കൺസ്ട്രക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ആ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച തിയറികൾ എന്തൊക്കെയാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ, അതേപോലെ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ. ഇതെല്ലാം ഓരോ കേസുകളുണ്ട്. ഇത് ഏകദേശം എല്ലാ കേസുകളും ഞാൻ പറഞ്ഞു. അതൊക്കെ ഇവോൾവ് ചെയ്ത കേസുകൾ ആണ് നമ്മുടെ ഇതിന്റെ ലാൻഡ്മാർക്ക് ഫണ്ടമെന്റൽ കേസസ് എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഈ പ്രിൻസിപ്പിൾ ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യാണ്. ജഡ്ജ് പറയുക, ഫർദർമോർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ആൻഡ് എന്താണ് ദ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ demand that the environment and cultural heritage are reserved for future generation. അതായത് ഇന്റർ ജനറേഷണൽ പ്രിൻസിപ്പിൾ കൂടെ അവിടെ അപ്ലൈ ചെയ്യും. ഇന്റർ ജനറേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കിപ്പോഴുള്ള റിസോഴ്സസ് നമ്മുടെ ജനറേഷൻ യൂസ് ചെയ്തിട്ട് അത് എക്സോസ്റ്റ് ആയി പോകരുത്. വി ഹാവ് ടു പ്രിസർവ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷൻ. അതാണ് ഇന്റർ ജനറേഷണൽ പ്രിൻസിപ്പിൾ. അതും കൂടി അപ്ലൈ ചെയ്തു. അപ്പം ഈ ഡോക്ട്രിൻസ് എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? They empower the government to act decisively against polluting industries, but also oblige it to ഒരു സോഷ്യൽ വെൽഫെയർ. അതും കൂടി ഞങ്ങൾ നോക്കുന്നു. ആ സോഷ്യൽ വെൽഫെയർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ തരാൻ, ഈ ഇൻഡസ്ട്രി റീലൊക്കേറ്റ് ചെയ്യാൻ, അതേപോലെ റീഹാബിലിറ്റേഷന്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ തന്നെ പറയും. അത്രയാണ് അതിനകത്ത് പറയുന്ന കാര്യം. അപ്പം ഇതിന്റെ ജഡ്ജ്മെന്റ് എങ്ങനെയാണ്? കോർട്ട് വുഡ് അപ്ഹോൾഡ്, ഇത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് അപ്ഹോൾഡ് ചെയ്തു. ദ ക്ലോഷർ ഓഫ് ഇൻഡസ്ട്രീസ്, ക്ലോഷർ ഓർഡർ ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അത് ക്വാഷ് ചെയ്തില്ല, കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ വേണം എന്ന് പറഞ്ഞു. ഹാർമോണിയസ് ഡെസിഷൻ എടുക്കുക എങ്ങനെയാണ്? ഗവൺമെന്റ് ആൻഡ് ഇൻഡസ്ട്രീസ് മസ്റ്റ് പ്രൊവൈഡ്, രണ്ടുപേർക്കുമാണ് കൊടുത്തേക്കുന്നത്, കോമ്പൻസേഷൻ പാക്കേജ്. അതായത് അവിടുന്ന് ജോലി നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് ഒരു കോമ്പൻസേഷൻ പാക്കേജ് ചെയ്യണം. ഡിസ്പ്ലേസ് ചെയ്ത വർക്കേഴ്സിന് കോമ്പൻസേഷൻ പാക്കേജ് വേണം. ഈ ഇൻഡസ്ട്രി റീലൊക്കേറ്റ് ചെയ്യണം, ലെസ് സെൻസിറ്റീവ് ഏരിയയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണം. റീഹാബിലിറ്റേഷനും ഓൾട്ടർനേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കൊടുക്കണം. അങ്ങനെ വെച്ചുകൊണ്ടുള്ള ഒരു ഡിസിഷനാണ് വന്നത്. അപ്പം this heritage monument is safeguarded while livelihood concerns are addressed. അത് രണ്ടും അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഡിസിഷനാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. അപ്പം എന്തൊക്കെയാണ് വന്നത്? ഏറ്റവും ആദ്യം ഫാക്ട്സ് വന്നു, ഇഷ്യൂസ് വന്നു, ലീഗൽ പ്രിൻസിപ്പിൾസ് വളരെ 10% അറിയാമെന്നുണ്ടെങ്കിൽ അത് എഴുതി,
പിന്നെ ലീഗൽ അനാലിസിസ്, സോറി, ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് പെറ്റീഷണർ, ആർഗ്യുമെന്റ്സ് അഗൈൻസ്റ്റ് പെറ്റീഷണർ, ദെൻ ലീഗൽ അനാലിസിസ്, ജഡ്ജ്മെന്റ്. പിന്നെ ഇതിലെ ലാൻഡ്മാർക്ക് കേസസ്, ഇപ്പൊ തന്നെ ഞാൻ ഓൾറെഡി ഈ കേസുകളെല്ലാം പറഞ്ഞു. ലാൻഡ്മാർക്ക് കേസസ് എന്താണെന്നുള്ളത്, MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, താജ് ട്രപ്പീസിയം കേസിന്റെ ആ ഡിസിഷൻ എഴുതണം. ദെൻ ഒളിഗാറ്റലിസ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒളിഗാറ്റലിസ് വേഴ്സസ് BMC അത് പറഞ്ഞു. പിന്നെ എന്താണ്, വെല്ലൂർ സിറ്റിസൺസ് വെൽഫെയർ ഫോറം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അത് പറഞ്ഞു. ആ പ്രിൻസിപ്പിളൊക്കെ ഇവോൾവ് ചെയ്ത് എവിടെയാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ, പൊള്യൂട്ടർ പേ പ്രിൻസിപ്പിൾ, ഇതൊക്കെ ഇവോൾവ് ചെയ്ത് ഈ കേസുകളിലൊക്കെയാണ്. കമൽനാഥിന്റെ കേസുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇതെല്ലാം ഇത്രയും ചെയ്യുമ്പോഴേ ഷുവറാണ് 8 or 9 out of 10 ഒരു പ്രയാസവും ഇല്ലാതെ 2 പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എൻവയോൺമെന്റ് ഉണ്ടല്ലോ അല്ലെ, എൻവയോൺമെന്റ് ലോ ഉണ്ടല്ലോ, അത് ടെസ്റ്റ് കഴിഞ്ഞാൽ തോന്നുന്നു അല്ലേ? ഞാൻ ഫസ്റ്റ് സെമിസ്റ്റർ ആണ്. അല്ല, ഫസ്റ്റ് സെമിസ്റ്റർ ഇത് കഴിഞ്ഞില്ലേ? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്. ഓക്കെ 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 താങ്ക് യു. ഇത് ഞാൻ അവരെ ഉദ്ദേശിച്ചത്, ഞാൻ ഞങ്ങൾക്കിത് നമ്മൾക്കിത് 4th സെമസ്റ്ററിലാണ്. അപ്പം റീസൺ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഈ റീസൺ ഫോർ ജഡ്ജ്മെന്റ് ഉണ്ടാവില്ലേ? റീസൺസ് ഇതൊക്കെ തന്നെയാണ് അതിന്റെ റീസൺസ്. ഇത് ഈ സംഭവം എന്തോ അതിലെ എന്താണ് റീസൺഡ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. ആ ഡിസിഷൻ എടുക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? റീസൺഡ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. ആ ഡിസിഷൻ എടുക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? അപ്പം എന്താണ് ക്ലോഷർ ഇൻഡസ്ട്രി അത് അപ്ഹോൾഡ് ചെയ്യാനുള്ള റീസൺ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് എന്താണ്? അത് നമ്മൾ ഈ ലീഗൽ അനാലിസിസിനകത്ത് പറഞ്ഞു. പിന്നെ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോമ്പൻസേഷൻ പാക്കേജ്, അതിന്റെ എല്ലാ റീസൺസ് നമ്മൾ നേരത്തെ ഈ ഇഷ്യൂസ് അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ശരിക്കും ഇവിടെ പറയേണ്ടത്. അപ്പൊ ആ കാര്യം കൂടെ വന്നു കഴിഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിതൊന്ന് സ്റ്റോപ്പ്